പറയുകയാണ്, ലാ യഹല്ലു ലിംറാത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല, അൻ തനാമ, അവൾ ഉറങ്ങൽ, ഹത്താ തഅറുള നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ തന്റെ ശരീരത്തെ അവൾ വെളിവാക്കി കാണിക്കുന്നത് വരെ. എങ്ങനെ? വെറുതെ പോയി പൗഡർ ഇട്ടുകൊണ്ട് നിന്നാ പോരാ, ചുണ്ട് മിനുക്കിക്കൊണ്ട് നിന്നാ പോരാ. ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ അഴിച്ചു മാറ്റണം. അവനോടൊപ്പം പുതപ്പിന്റെ കീഴിലേക്ക് കയറണം. അവളുടെ നഗ്ന ശരീരത്തെ, വിവസ്ത്രയായ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോട് ഉരസണം, യോജിപ്പിക്കണം. അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അള്ളാന്റെ ശാപമാ. ഒരു വിഷയം, ഭാര്യയും ഭർത്താവ് രണ്ടു മുറിയിൽ കിടക്കാവോ? ഇല്ല. ഒരു പെണ്ണിനും അനുവദനീയമല്ല ഭർത്താവിന്റെ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിൽ പോയി ഒറ്റയ്ക്ക് കിടക്കൽ ഒരു പെണ്ണിനും യോജിച്ച കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വലാ തഖ്ശം ബിസദ്രിഹി, ഭർത്താവിന്റെ മുന്നിൽ അവൾ ഒരു നീരസവും പ്രകടിപ്പിക്കാൻ പാടില്ല. വലാ തത്മഅ ഫീഹി അഹദൻ മസ്തഹബ്ബ, ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്ടില് മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഈ പെണ്ണ് ഭർത്താവിനോട് പറയരുത്. അതേപോലെ ഭർത്താവും മറ്റൊരു പെണ്ണിനെ കുറിച്ചോ മറ്റൊരു പുരുഷനെ കുറിച്ചോ ഈ പെണ്ണിനോട് പറയരുത്. വലാ തഖ്ശം ബിസദ്രിഹി, ഹൃദയ സാന്നിധ്യത്തോട് വേണം ഈ ഭർത്താവിലേക്ക് അവൾ കടന്നു വരാൻ. വലാ തുസാരിഹു, ഒരു നിലയ്ക്കും ഭർത്താവിന് വിരോധമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഇവളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിപ്പോയാൽ മൂന്ന് രാത്രി അവൾ അങ്ങനെ കഴിഞ്ഞുകൂടിയെങ്കിൽ അങ്ങനെയാണ് അവൾ ദിവസവും വീട്ടിൽ ഉറങ്ങുന്നതെങ്കിൽ 3 വൻപാപം ചെയ്ത പട്ടികയിൽ അവളുടെ പേരെഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1, അൽ-ഇശ്റാഖു ബില്ലാഹ്, അവൾ ശിർക്ക് വെച്ചവളായി അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ ഹാജരാക്കപ്പെടും അവളെ. 2, വഖത്ലുൽ മുഅ്മിനി മുതഅമ്മിദാ, ഒരു മുഅ്മിനായ സഹോദരനെ പരസ്യമായി അറിഞ്ഞുകൊണ്ട് കൊന്നവന്റെ കൂട്ടത്തിൽ അവളെയും ഉൾപ്പെടുത്തും. 3